നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ എന്നല്ല, കേരളത്തിലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഇത് ഗിന്നസ് ബുക്കിലൊക്കെ ഇടം നേടിയിട്ടുള്ളതാണ്. സ്ത്രീകളുടെ ഒരു വേദി തന്നെയാണ്, അവരുടെ ഉത്സവമാണ്. സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ തന്നെ അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 25 ലക്ഷത്തോളം സ്ത്രീകൾ തിരുവനന്തപുരം നഗരത്തിൽ പ്രവേശിക്കും എന്നാണ് ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് മുൻകാലങ്ങളിൽ അറിയിച്ചിട്ടുള്ളത്. അത് ഓരോ വർഷം കഴിയുന്തോറും അത് കൂടിക്കൂടിയാണ് വരുന്നത്. അങ്ങനെയുള്ള അവസരത്തിൽ തിരുവനന്തപുരത്തെ ഭരണാധികാരികൾ, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തായാലും അതുപോലെ നഗരസഭയും ഇക്കാര്യത്തിനകത്ത് കൂടുതൽ ജാഗ്രതയോടുകൂടി നിൽക്കേണ്ട സമയമാണ്. മാസങ്ങൾക്ക് മുൻപ് തന്നെ ആറ്റുകാൽ ക്ഷേത്ര ട്രസ്റ്റ് വേണ്ട തരത്തിലുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. പക്ഷേ തിരുവനന്തപുരം നഗരസഭ ഇക്കാര്യത്തിനകത്ത് യാതൊരു തയ്യാറെടുപ്പും ഉണ്ടാകത്തില്ല. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഇല്ലാത്ത പൊങ്കാലയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ മേയർ ആര്യ രാജേന്ദ്രൻ എന്തൊക്കെ കാണിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കള്ളക്കണക്ക് നൽകി എന്നുള്ളത് ഏറെ വിവാദമായിട്ടുള്ള കാര്യവുമാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഏർപ്പാടാണല്ലോ നഗരസഭയിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഒരു കാരണം, തിരുവനന്തപുരം നഗരത്തിലെ ഇത്രത്തോളം ജനങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകേണ്ട ആവശ്യമെന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഈ കുടിവെള്ളം നമ്മുടെ അരുവിക്കര ഡാമിൽ നിന്ന് കൊണ്ടുവരുന്ന അതാണല്ലോ തിരുവനന്തപുരത്തിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത്. ഇത് നഗരങ്ങളിലേക്ക് എത്തുന്നിടത്ത് മിക്കവാറും സമയങ്ങളിലൊക്കെ തന്നെ പൈപ്പ് പൊട്ടലാണ്. ഇതില്ലാത്ത സമയം വളരെ കുറവാണ്. മാസത്തിൽ 2 തവണയെങ്കിലും വേണം എന്നുള്ളതാണ് ഒരു നേർച്ച പോലെ. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു നല്ല ഭാഗത്ത് ഇപ്പോൾ പൈപ്പ് പലയിടങ്ങളിലും പൊട്ടി 2 ദിവസമായിട്ട് ജലമില്ല എന്നുള്ളതാണ്. ഇനിയും നാളെ ജലം ലഭ്യമായെങ്കിലായി ഇല്ല, നാളെ ചിലപ്പോൾ ജലം ലഭ്യമായെങ്കിലായി, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വാട്ടർ അതോറിറ്റിക്കും ഒരുറപ്പ് പറയാൻ കഴിയുന്നില്ല. മേയറൊന്നും ഇതിനകത്തൊന്നും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. മേയറല്ല, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നു നഗരത്തിലൂടെ. എന്തോ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് നടത്തിക്കുന്ന ഒരു കാരണവത്തിയാണ് എന്നുള്ള മട്ടിലാണ് നടപ്പ്. ഒരു കാര്യവും നടക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള ശ്രീകാര്യം എഞ്ചിനീയറിംഗ് കോളേജ്, അതുപോലെ തന്നെ മണ്ണന്തല, കേരളാദിത്യപുരം, നാലാഞ്ചിറ, ഉള്ളൂർ, പൊങ്ങമൂട്, ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള സ്ഥാപനങ്ങളും അതുപോലെ ഏറ്റവും വലിയ ജനവാസ മേഖലയുമായിട്ടുള്ള ഇടങ്ങളിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ജലവിതരണം നിലച്ചിരിക്കുകയാണ്. ഇതിനകത്ത് യാതൊരു നടപടിയും, പ്രത്യേകിച്ച് ഈ പൊങ്കാല നാളിൽ ഇതിനകത്ത് ഇത് പരിഹരിക്കണമെന്ന് ഇവിടുത്തെ മേയർക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇത് മുൻകാലങ്ങളിലായാൽ പോലും പലതവണ മേയർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ്. പലവട്ടം ഇത്തരത്തിലെ നഗരത്തിലെ ജലവിതരണം നിലച്ചിട്ടുണ്ട്. ഇത് മാസം തോറും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, മാസത്തിൽ ഇത്ര തവണ ഇതൊക്കെ തന്നെ ജലവിതരണം നിലയ്ക്കണം എന്നൊരു നേർച്ച നേർന്നിട്ടുണ്ടെന്നുള്ള മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. വാട്ടർ അതോറിറ്റിക്കോ ഇതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അവരും കൈമലർത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആരെ വിളിച്ചും അന്വേഷിക്കാൻ, സാധാരണക്കാരൻ വിളിച്ച് അന്വേഷിക്കുമ്പോൾ കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മേയറോ അല്ലെങ്കിൽ ഈ CPMൻ്റെ കൗൺസിലർമാരോ ഈ കാര്യങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുന്നില്ല. മേയർ യാതൊരു ശ്രദ്ധയും നഗരത്തെക്കുറിച്ച്, ഇത്രത്തോളം നഗരത്തിലെ ജനങ്ങളെ അവജ്ഞയോടെ കാണുന്ന ഒരു മേയർ തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.